ഹലോ മൈ ഡിയേഴ്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നിരവധി ആരോഗ്യ ഗുണമുള്ള നല്ലൊരു വെജിറ്റബിൾ, അതായത് ബ്രൊക്കോളിന്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയറും കൂടി ചെയ്തു കൊടുക്കുക. അപ്പോൾ എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ നമ്മൾ ബ്രൊക്കോളി ഫ്രൈയിന് ആവശ്യമായിട്ട് ഞാൻ 2 ബ്രൊക്കോളി എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് കൊണ്ടുവരാം. ആദ്യം ഈ കവറിന്റെ ഉള്ളിലുള്ള ഇതൊക്കെ നീക്കം ചെയ്തിട്ട് നമുക്ക് നല്ല കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. കുറച്ച് ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകുവാണെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും. കാരണം എന്താ വെച്ചാൽ പുഴു എന്തെങ്കിലും ഉണ്ടെങ്കിലോ. അപ്പൊ ഇത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കാണിക്കുന്നതാണ്. ഇങ്ങനെ ഇതിന്റെ ഓരോ ബ്രാഞ്ചസും നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുവാണെങ്കിൽ വേഗം നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ആദ്യം ഇതിന്റെ ബ്രാഞ്ചസ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഉണ്ടോ, കണ്ടില്ലേ? അപ്പൊ എളുപ്പത്തില് നമ്മൾക്ക് ഇനി ഇത് വീണ്ടും ഒന്നും കൂടി കട്ട് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ ആകും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ബ്രാഞ്ചസ് മാത്രം ഇങ്ങനെ എടുത്തെടുത്തിട്ട് കട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ആദ്യം ഇങ്ങനെ എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തു. ഇനി നമ്മൾക്ക് ഇതിന്ന് ഓരോന്നും നമ്മൾക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യാം. തീരെ ചെറുതാക്കേണ്ട ആവശ്യമില്ല, കാരണം വെച്ചാൽ ഇത് വേഗം വേവുന്നതാണ്. പിന്നെ ഈ ബ്രൊക്കോളി ഏറ്റവും നല്ലതാണ് ആരോഗ്യത്തിന്. ഇത് സാലഡ് ആക്കിയിട്ടും കഴിക്കും. കൂടുതൽ കുറെ ആരോഗ്യ ഗുണങ്ങൾ ഇതിൽ നമ്മൾക്ക് കിട്ടും. ഇത് നല്ല ഡൈജഷൻ ഉള്ള ഒരു വെജിറ്റബിൾസ് കൂടിയാണ്. ഇമ്മ്യൂണിറ്റി പവർ കൂട്ടും, പിന്നെ ഷുഗർ കൺട്രോൾ ചെയ്യും. പിന്നെ ഇത് ആവിയിൽ വേവിച്ചിട്ടും നമ്മൾക്ക് കഴിക്കാവുന്നതാണ്. ക്യാൻസർ വരെ വരാനുള്ള സാധ്യത കുറയ്ക്കും. അത്രക്കും നല്ല ആരോഗ്യ ഗുണമുള്ള ഒരു വെജിറ്റബിൾ ആണ് ഇത്. ഡയറ്റിനും കൂടി നല്ലതാണ്. അപ്പൊ ഇത് കൂടുതലും സലാഡ് ആക്കിയിട്ടാണ് കഴിക്കാറുള്ളത്. കുട്ടികൾക്കൊക്കെ ചെയ്തു കൊടുക്കണമെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതായിരിക്കും കുട്ടികൾക്ക് ഇഷ്ടാവുന്നത്. അപ്പൊ അങ്ങനെ എല്ലാം ഞാൻ അരിഞ്ഞിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. ഇനി അതിന് ചേർക്കാനുള്ള അടുത്ത ഐറ്റംസ് ഒക്കെ നമുക്ക് റെഡിയാക്കി വെക്കാം. അതിനാവശ്യമായിട്ട് ഞാൻ ഒരു സവാള എടുത്തിട്ടുണ്ട്. അതിങ്ങനെ നേരിയതായി കട്ട് ചെയ്യാം. തിന്നായിട്ട് വേണം കട്ട് ചെയ്യാൻ. പിന്നെ ഒരു 8-9 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിനെ ഇതിങ്ങനെ ചോപ്പ് ചെയ്ത് വയ്ക്കാം. ഇനി 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ അരിഞ്ഞെടുക്കാം. എരിവിന് ആവശ്യം വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. അതിനുശേഷം ഒരു ചീനച്ചട്ടിയിലോട്ടേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്തെടുക്കാം. പെരുംജീരകം, പിന്നെ ചോപ്പ് ചെയ്ത വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ സവാള. അപ്പൊ ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് വാടിയാൽ മതിയാകും. നല്ലപോലെ ഫ്രൈ ചെയ്യണം എന്നൊന്നുമില്ല. സവാള ഒന്ന് വാടി വന്നാൽ മതി. അതിനുശേഷം ഈ കഴുകി എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, അപ്പൊ ആ ബ്രൊക്കോളി അതിലോട്ടേക്ക് ചേർക്കാം. അപ്പൊ അതിൽ തന്നെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വേറെ വെള്ളമൊന്നും ചേർത്തില്ല. ആവിയിൽ ഒന്ന് വാടട്ടെ. അത് കണ്ടില്ലേ, ഇത് കുറച്ചൊന്ന് വാടി വന്നത്. അപ്പൊ ഈ സമയത്ത് നമ്മൾക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്തിരിക്കുന്ന മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ കുരുമുളക് പൊടി. കുരുമുളക് പൊടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. ഞാൻ പിന്നെ 1/2 ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പൊ എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പൊ മസാലയൊക്കെ ഇതിൽ പിടിക്കണല്ലോ. അപ്പൊ എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നേരത്തെയുള്ള വെള്ളമൊക്കെ വറ്റിയല്ലോ, അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളം ഞാൻ തെളിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടി ഒന്ന് വേവാനുണ്ടല്ലോ. അപ്പൊ ഇനി അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി കുറച്ച് കോണും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. സ്വീറ്റ് കോൺ. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണൽ ആണ്. വേണമെങ്കിൽ ചേർത്താൽ മതി. ഒരു ടേസ്റ്റിന് വേണ്ടി ഞാൻ ചേർത്തുന്നേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണല്ലോ. അപ്പൊ അത് കാരണത്താൽ ഞാൻ ചേർത്തുന്നേ. ഇനി ഒരു ചീസും കൂടി ചേർക്കാം.
ഇതൊക്കെ ചേർക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ചപ്പാത്തിന്റെ കൂടെയൊക്കെ കഴിക്കാനും പറ്റും നമ്മൾക്ക്. അപ്പൊ അത് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നേരത്തെ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതിന്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി, അതുകൊണ്ടാണ്. അപ്പൊ ഉപ്പ് കുറവായത് കാരണം ഈ സമയത്ത് ഞാൻ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓറിഗാനോ ചേർക്കുന്നുണ്ട്. നമ്മൾ പിസയിലൊക്കെ യൂസ് ചെയ്യല്ലോ, ഗാർലിക് ബ്രെഡിലൊക്കെ. അപ്പൊ അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ആണെങ്കിൽ മല്ലിയില ചേർത്താലും മതി, അല്ലെ മേത്തി ലീവ്സ് ചേർത്താലും മതി. ഇനി അതും ഇല്ലെങ്കിൽ ഒന്നും ചേർക്കണമെന്നും ഇല്ല കേട്ടോ. അങ്ങനെ വീണ്ടും 1 മിനിറ്റ് ഞാൻ വേവിച്ചെടുത്തു. അങ്ങനെ എൻ്റെ ബ്രൊക്കോളി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രൊക്കോളി കോൺ ഫ്രൈ. അപ്പൊ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അപ്പൊ ഏറ്റവും എളുപ്പമല്ലേ. അപ്പൊ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികൾ വേണമെങ്കിൽ നിഷ വൈബ്സ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അപ്പൊ പിന്നെ ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി കാണാവേ. അപ്പൊ അത്രേ ഉള്ളൂ. താങ്ക് യു.